സിനിമാ കോൺക്ലേവ് സമാപന വേദിയിലെ വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. പ്രസ്താവനയിലൂടെ SC/ST വിഭാഗത്തിലെ മുഴുവൻ ആളുകളെയും അടൂർ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകൻ ദിനു വെയിൽ പോലീസിൽ പരാതി നൽകി. കൂടുതൽ സിനിമാ പ്രവർത്തകർ എതിർപ്പ് അറിയിച്ച് രംഗത്തെത്തി. സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായി സർക്കാർ ഫണ്ട് നൽകുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി R. ബിന്ദു പ്രതികരിച്ചു. എന്നാൽ പ്രസ്താവന സദുദ്ദേശത്തോടെ ആയിരുന്നുവെന്നും വളച്ചൊടിച്ചതാണെന്നുമാണ് മന്ത്രി VN വാസവന്റെ ന്യായീകരണം. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണമെടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെന്റ് കൊടുക്കേണ്ടത്. ഒരിക്കലും ഗവൺമെന്റ് ചുമതലയല്ലത്. സിനിമാ കോൺക്ലേവിന്റെ സമാപന വേദിയിലെ വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. പ്രസ്താവനയോട് കടുത്ത വിയോജിപ്പ് അറിയിച്ച് കൂടുതൽ സിനിമാ പ്രവർത്തകർ രംഗത്തെത്തി. വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാണ് തിരക്കഥ തെരഞ്ഞെടുക്കുന്നതെന്നും സിനിമാ നിർമ്മാണത്തിനായി സർക്കാർ ഫണ്ട് അനുവദിക്കുന്നതെന്നും സംവിധായകൻ കൂടിയായ ന്യൂസ് മലയാളം അസോസിയേറ്റ് എഡിറ്റർ VS സനോജ് പറഞ്ഞു. ഒരു ഫ്യൂഡൽ മനോനിലയിൽ നിന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്ന ഒരു പുതിയ കാലത്തെ പറഞ്ഞ വേറൊരു തരത്തിലുള്ള ഒരു അമ്മാവൻ കോംപ്ലക്സിൻ്റെ വർത്തമാനമാണ് അടൂരിനെ പോലൊരു വലിയ വിഖ്യാതനായിട്ടുള്ള ഒരു ഫിലിം മേക്കർ നടത്തിയത്. അതിനകത്ത് ഒരു സിനിമ ചെയ്ത വ്യക്തി എന്ന നിലയിലും ആ സിനിമ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്കും എനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. അത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു വലിയ ക്രോസ് സെക്ഷൻ്റെ കൂടെ പ്രശ്നമാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അടൂർ ആ പ്രസ്താവന ഇനി എങ്ങനെ തിരുത്താൻ ശ്രമിച്ചാലും ഉള്ളിൽ നിന്നുള്ള ആ മനോനില പുറത്തു വന്നു എന്നുള്ളത് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. ഇത് ഷാജി അൻകറിന്റെ കാര്യത്തിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി എന്ത് പരിശീലനം വേണമെന്നാണ് അടൂർ ആവശ്യപ്പെടുന്നതെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു ചോദിച്ചു. മികച്ച സ്ക്രിപ്റ്റുകൾ എഴുതിയ ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരെ ഇന്റർവ്യൂ നടത്തി അവർക്ക് ഈ സിനിമയുമായി ചെയ്യാനുള്ള ധാരണകളെ പറ്റി വളരെ വിശദമായി പരിശോധിച്ച് അതിനുശേഷം മെന്റർഷിപ്പുകൾ പോലും കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ട് സിനിമ ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും വന്നിട്ട് 1.5 കോടി രൂപ എടുത്ത് അങ്ങ് കൊടുക്കുകയല്ല. അപ്പൊ അതിനുശേഷം ഇവർക്ക് എന്ത് പരിശീലനം വേണമെന്നാണ് പറയുന്നത്. സർക്കാർ 1.5 കോടി നൽകിയത് വെറുതെ അല്ലെന്നും 4 റൗണ്ടുകളിലെ മത്സരത്തിന് ശേഷമാണ് തിരക്കഥ തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും സംവിധായിക ശ്രുതി ശരണ്യം കുറ്റപ്പെടുത്തി. പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല, നല്ല പരിശീലനം പുതുതായി സിനിമ ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണ്. കച്ചവട സിനിമ, പാരലൽ സിനിമ എന്ന തരംതിരിവ് AI കാലത്ത് നല്ലതാണോ എന്ന ചോദ്യവും ശ്രുതി ഉന്നയിക്കുന്നുണ്ട്. അടൂരിന്റെ പ്രസ്താവന മുഖവിലക്കെടുക്കുന്നില്ലെന്ന് കൂടി വ്യക്തമാക്കിയാണ് ശ്രുതി ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പരിശീലനം സവർണ പുരുഷന്മാർക്ക് നൽകിയിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് നഷ്ടം വരില്ലായിരുന്നുവെന്നാണ് സംവിധായിക കുഞ്ഞില മസ്ലാമണിയുടെ പരിഹാസം. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്നതാണ് അടൂരിന്റെ പ്രസ്താവനയെന്ന് ഗായിക പുഷ്പവതി കുറ്റപ്പെടുത്തി. കോൺക്ലേവ് വേദിയിലും പുഷ്പവതി പ്രതിഷേധ സ്വരം ഉയർത്തിയിരുന്നു. നമുക്ക് പറയാനുള്ള വിഷയങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ടി വരും. പ്രത്യേകിച്ച് അത് SC/ST വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഇത് അദ്ദേഹത്തിന്റെ മാത്രം മനോനിലയല്ല, ഒരു വിഭാഗത്തിന്റെ മനോനിലയാണ്. അത് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അടൂരിന്റെ പ്രസ്താവന SC/ST വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ദളിത് ആക്ടിവിസ്റ്റ് ദിനു വെയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും SC/ST കമ്മീഷനിലും പരാതി നൽകി. SC/ST വിഭാഗത്തിലെ ആളുകൾ ഈ രാജ്യത്തെ പൗരരല്ലേ? ഞങ്ങൾക്ക് എന്താ ഭരണഘടനാ ബോധമില്ലേ? ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് സ്റ്റേറ്റിന്റെ ഫണ്ടും റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലേ? നോക്കൂ, കാലാകാലങ്ങളായി ഇവിടെയുള്ള മറ്റെല്ലാ സവർണ സമുദായങ്ങൾക്കും ജീവിക്കാൻ കൂടിയുള്ള പണം ഞങ്ങൾ തരം കൊടുത്തുകൊണ്ട്, ഞങ്ങൾ തൊഴിലെടുത്തുകൊണ്ട്, അടിമപ്പണി ചെയ്തുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. ആ ഞങ്ങളെയാണോ ഇവർ പറയുന്നത്, വന്നുകൊണ്ട് പറയുന്നത് ഞങ്ങളെ കരം കൊടുത്ത പണമാണെന്ന് പഠിപ്പിക്കണമെന്ന് പറയുന്നത്? എന്നാൽ വിമർശനം കടുത്തിട്ടും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് അടൂർ. കവിത എഴുതുന്നു, കഥ എഴുതുന്നു, അതിനൊക്കെ അക്ഷരജ്ഞാനം വേണ്ടേ? അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു വേറൊരു ഭാഷയാണ് സിനിമയുടെ ഭാഷ. അതെങ്ങനെ ഉണ്ടാവും? അത് പടം എടുക്കുന്ന ആളിന് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ ഗുണത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരുടെ ഉന്നമനം എന്ന് പറയുന്നത് എന്റെയും ലക്ഷ്യമാണ്. അല്ലാതെ അവരെ മോശപ്പെടുത്തി അവരെ നികൃഷ്ടരായിട്ട് കാണുകയല്ല ചെയ്യുന്നത്. അടൂരിന്റെ പരാമർശത്തിൽ ഭിന്ന അഭിപ്രായമാണ് മന്ത്രിമാരായ R. ബിന്ദുവിനും VN വാസവനും. സ്ത്രീകൾക്കും ദളിതർക്കും സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് നൽകുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുമൊക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് അനിവാര്യമായും ചെയ്യേണ്ട ചുമതലയാണ്.
പ്രത്യേകിച്ച് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് പണച്ചെലവുള്ള ഒരു സർഗാത്മക ആവിഷ്കാരമാണ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടുന്ന സാമ്പത്തിക പിന്തുണ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നൽകുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമാണ്. എന്നാൽ അടൂർ പറഞ്ഞതിൽ ദുരുദ്ദേശമുണ്ടെന്ന് കരുതുന്നില്ലെന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പ്രതികരണം. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ SC/ST മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. പുരുഷ മേധാവിത്വ സ്വഭാവമുള്ളവർ പറയുന്ന വാക്കുകൾ അടൂരിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ, ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റിയിലും ഒരു സവർണ മേധാവിത്വ സമൂഹത്തിലും പറയുന്ന വാക്കുകൾ അദ്ദേഹത്തെ പോലെ പരിണതപ്രജ്ഞനായ ഒരു സിനിമാകാരൻ, ചലച്ചിത്രകാരൻ അത് പറയരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാർ അനുവദിക്കുന്ന പണത്തിൽ കണക്ക് വേണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരനും പ്രതികരിച്ചു. എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കണമെന്ന് ഞാൻ മനസ്സിലാക്കാം. ഇത് മറ്റ് ജാതി മതങ്ങൾക്കൊന്നും ട്രെയിനിങ് കൊടുക്കണ്ട. സ്ത്രീകൾക്ക് മൊത്തം ട്രെയിനിങ് കൊടുക്കണം, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് കൊടുക്കുന്ന 1.5 കോടിക്ക് മാത്രം കണക്കുണ്ടാവുമെന്ന് പറയുന്നത് ഒരു സതുദ്ദേശമായിട്ട് കാണാൻ നിവൃത്തിയില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.